ഹായ്, നമ്മൾ സംസാരിക്കുന്നൊരു വിഷയമെന്ന് വെച്ചാൽ ടോക്സിക് റിലേഷൻഷിപ്സിൽ നടക്കുന്ന നിരന്തരമായിട്ടുള്ള വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസികവും വൈകാരികവും ശാരീരികവുമായ പീഡനങ്ങൾ എന്തുകൊണ്ട് പുറം ലോകം അറിയുന്നില്ല? ആളുകൾ എന്തുകൊണ്ട് പുറമേ നിൽക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് അവർക്ക് ഇതിലിടപെട്ട് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നില്ല? സഹായിക്കാനായിട്ട് ചുറ്റുമുള്ള ആളുകൾക്കും സഹായിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇടപെടാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ഒരു മാനസികാരോഗ്യ രംഗവുമായിട്ട്, അതായത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള, അതായത് ടോക്സിക് പേഴ്സണാലിറ്റീസ് ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് അവർ കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ പങ്കാളികൾക്കിടയിൽ അവർ നടത്തുന്ന ആ ഒരു ടോക്സിസിറ്റി, ആ ഒരു നിരന്തരമായിട്ടുള്ള വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള പീഡനങ്ങൾ ഒട്ടും തന്നെ വെളിയിൽ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്ന പോലത്തെ ട്രെയ്റ്റ്സ്, അതായത് പുറമേ വളരെ മാന്യന്മാരായിട്ട് പെരുമാറാനും വളരെ മാന്യതയോടെ സംസാരിക്കാനും പുറമേ ഒരുപാട് കള്ളങ്ങളും നുണകളും പറഞ്ഞ് വളരെ എഫക്റ്റീവായിട്ട് വിശ്വസിപ്പിക്കാനുമുള്ള സ്കില്ല്, അത്തരത്തിലുള്ള സ്കില്ല് പല പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പുറം ലോകം അറിയാതെ പോകുന്നത്. അതുപോലെ തന്നെ സാധാരണ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എന്ന് പറയുന്ന സർക്കിളിൽ ആളുകൾക്ക് അധികം സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന യഥാർത്ഥമായിട്ടുള്ള പീഡനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനായിട്ട്, കൂടുതൽ ആഴത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ബിഹേവിയർ, അതായത് നുണകൾ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് പുറമേ നല്ല ഒരു മുഖം മൂടി വെച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ബിഹേവിയർ അങ്ങനെ തന്നെ വിശ്വസിച്ച് ജഡ്ജ്മെൻറ്റിലാവുകയാണ് കൂടുതലും പബ്ലിക്കായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ടോക്സിക് റിലേഷൻഷിപ്പും പുറത്തറിയുന്നത് അതൊരു ആത്മഹത്യയിലോ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലോ അല്ലെങ്കിൽ ഒരു മരണത്തിലോ കലാശിച്ച് ജീവനോടെ ഇരുന്നൊരു വ്യക്തി ഒരു ശവശരീരമായി മാറി അതൊരു വാർത്തയായി മാറുമ്പോൾ, പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ ഒരു വാർത്തയായി വരുമ്പോൾ മാത്രമാണ് ആഴത്തിൽ എന്താണ് ഇവിടെ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ടോക്സിസിറ്റി ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പുറം ലോകത്തിന് മനസ്സിലാവാനായിട്ട് വളരെ വളരെ പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു പ്രൊഫഷണലിനെ സമീപിക്കുക, ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ ആഴത്തിൽ പരിശോധിക്കുകയും അതിൻ്റെ സത്യം കണ്ടെത്തുകയും ഒരു വ്യക്തി മരണപ്പെടുന്നതിൽ നിന്ന് തടയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. താങ്ക് യു.